എൻ്റെ ലിയോ ലാവി ഓക്കെ അല്ല, ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് എന്ന് തോന്നിയാൽ ഞാൻ ആദ്യം തന്നെ പ്രാർത്ഥിക്കുക മുത്തപ്പനോടാണ്. മുത്തപ്പന് ലിയോ ലാവിയുടെ പേരിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം എനിക്കൊരു മനസ്സമാധാനമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മെസ്സേജസാണ് നമുക്ക് വന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. www.parashinimadapura.srimuttappan.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് വരുന്നത്. അവിടെ റെഡ് കളറിൽ ഓൺലൈൻ ഓഫറിംഗ് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പം SBI പേ നൗ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ പേ നൗ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇങ്ങനെ ഒരു പേജിലോട്ട് പോകുമ്പോൾ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ നമ്മൾ ടോട്ടൽ ഓഫറിങ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നെയിം ഓഫ് ഡിവോട്ടി തൊട്ട് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അതിനുശേഷം എമൗണ്ട് എന്ന് നമുക്ക് കാണാം. അവിടെ 170 റുപ്പീസാണ് ടോട്ടൽ ഓഫറിങ്ങിൻ്റെ ചാർജ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലീസ് സെൻഡ് പ്രസാദം വയ പോസ്റ്റ് എന്ന് റിമാർക്കിൽ എഴുതാൻ മറക്കരുത്. വീണ്ടും നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് ഈ ഒരു ക്യാപ്ച നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ഞാൻ ലാസ്റ്റിലുള്ള UPI മെത്തേഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ GPayൻ്റെ VPA ID ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സോ നമ്മൾ GPay പേജിലോട്ട് പോവും. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പേജിലോട്ട് നമ്മൾ എത്തും. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ലാസ്റ്റ് നമുക്ക് ആ ഒരു റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനും പറ്റും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. പിന്നെ നമുക്ക് പ്രസാദം കിട്ടുന്നത് അതിന് കുറച്ച് ഡിലേ വരാറുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ എടുക്കും നമുക്ക് ഈ പ്രസാദം വീട്ടിലോട്ട് എത്താനായിട്ട്. ഞാനൊരു 1 year ബാക്ക് ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. പലർക്കും പ്രസാദം വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പ്രസാദം വീട്ടിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത്. സോ നിങ്ങളൊരു പക്ഷേ റിമാർക്കിൽ ഇത് പോസ്റ്റായിട്ട് അയക്കണം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം വീട്ടിലോട്ട് പ്രസാദം എത്താത്തത്. പിന്നെ ഇവർക്കൊരു വൈകായിക വരുമ്പോൾ മാത്രമല്ല ഞങ്ങളിങ്ങനെ ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഓരോ തവണയും ഞങ്ങൾ ചെയ്യുമ്പം നമുക്ക് പ്രസാദം വീട്ടിലെത്താറുമുണ്ട്. പിന്നെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. വിശ്വാസമുള്ളവർ ചെയ്തു നോക്കുക. ഇത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മുത്തപ്പൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൈവിടില്ല എന്ന് ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.